Hi guys! ഒരു 30 അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു കരിമംഗലം, ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തുടക്കം മുതലേ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മാറ്റിയെടുക്കാം. അതല്ല നമ്മൾ ഒത്തിരി നാളൊക്കെ ആയിട്ടുള്ള നമുക്ക് ഒരുപാടൊന്നും കെയർ ചെയ്യാതെ നമ്മളിത് ഒത്തിരി നാൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് നമുക്ക് ഒരുപാട് ടൈം പിടിക്കും, പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് തന്നെ അത് കെയർ ചെയ്തെങ്കിലേ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെമഡി നമ്മൾ തക്കാളി വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു കരിമംഗലം പോലത്തെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, കരിമംഗലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ഫേസിൽ നിന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു കാര്യമാണ് തക്കാളി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് മാറ്റിയെടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ചേഞ്ച് ആവുകയും ചെയ്യും, നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും കേട്ടോ ഈ പിഗ്മെന്റേഷൻ മാറുന്നതോടൊപ്പം. അപ്പോൾ ഗായ്സ് നമുക്ക് ഈ ഒരു റെമഡി എങ്ങനെ ചെയ്തെടുത്തു എന്ന് നോക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന രീതിക്ക് തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിവിടെ തക്കാളി ഉപയോഗിച്ചിട്ട് ഒരു ഫേഷ്യലാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്ത് അതിന് നന്നായിട്ട് മിക്സി ബൗളിനകത്തിട്ട് അരച്ച് പേസ്റ്റാക്കി അതിൻ്റെ പ്യൂരി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൊമാറ്റോയുടെ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്യൂരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ ഫേഷ്യൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ആഴ്ചയിൽ 2 തവണയെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക, എങ്കിലും നിങ്ങൾക്ക് ആ ഒരു എക്സാക്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട് ആയിരിക്കും, കാരണം അത്രയും സൂപ്പറായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് നമ്മൾ 1 ടേബിൾ സ്പൂൺ തക്കാളിയുടെ ആ ഒരു പ്യൂരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് മിൽക്കാണ്, നമ്മുടെ പച്ച പശുവും പാലോ കേട്ടോ. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ പശുവും പാലോ അല്ലെങ്കിൽ പാക്കറ്റ് പാലോ, അത് റോ ആയിട്ടുള്ള മിൽക്കായിരിക്കും. ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ പാല് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തും അത്രയും ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. നല്ല രീതിക്ക് വൃത്തിയാക്കി നമ്മുടെ അഴുക്ക് കംപ്ലീറ്റ് എടുത്തിരുന്ന ഒരാൾ ഈ ഒരു പാല് തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തും. ഓക്കെ, അപ്പോൾ പാല് ചേരാത്തവർക്ക് ഇതിനകത്ത് റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് വൈപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസിങ് ചെയ്ത് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ടൊമാറ്റോയുടെ ഒരു പ്യൂരി തന്നെയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ കംപ്ലീറ്റും ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഫുൾ നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നമ്മൾ ടൊമാറ്റോയുടെ പ്യൂരി എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ ഫേസിലേക്ക് അടിപൊളിയായിട്ടുള്ളൊരു സ്ക്രബാണ് കേട്ടോ. നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്ക്രബ് കൂടിയാണ് ഈ ഒരു പഞ്ചസാര. നമ്മളിത് അപ്ലൈ ചെയ്യുന്നതോറും നല്ല രീതിക്ക് മെൽറ്റായിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ ഫേസിലത്തെ സ്കിന്നിന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ക്രബാണ് ഈ ഒരു പഞ്ചസാര. ഇതല്ലാതെ കോഫി പൗഡർ, ഉപ്പ് പൊടിയൊക്കെ എടുത്തിട്ട് സ്ക്രബ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ സ്കിന്ന് ഹൈലി സെൻസിറ്റീവ് ആവും. അതുമാത്രമല്ല സ്കിന്നിന് നല്ല രീതിക്ക് ഡാമേജ് ആവുകയും ചെയ്യും കേട്ടോ. ആയതുകൊണ്ട് സ്ക്രബിന് വേണ്ടി ആരും പൈസ ചിലവാക്കേണ്ട, ഒത്തിരി വില കൂടിയ സ്ക്രബൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഈ ഒരു പഞ്ചസാര മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഒരു മാസ്ക് ആണ് അല്ലെങ്കിൽ ഒരു പാക്ക് ആണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാൽ പൗഡറാണ് വേണ്ടത്, പാൽപ്പൊടിയാണ് വേണ്ടത്. അത് ഏതായാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുടെ നോക്കിയിട്ട് പാൽപ്പൊടി മേടിക്കുക. അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതേ ടേബിൾ സ്പൂണിൽ തന്നെ ടൊമാറ്റോയുടെ പ്യൂരി നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ടൊമാറ്റോയുടെ പ്യൂരി ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മളൊരു അല്പം, അതായത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഈ ഒരു തൈര് ചേർക്കുന്നുണ്ട്. മിൽക്കല്ല, തൈരാണത്. അപ്പോൾ തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം കുറേശ്ശെ വേണം ചേർക്കാനായിട്ട്. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിതൊരു കട്ടിയുള്ളത് പോലെ ഉണ്ടാവും. പക്ഷെ നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇച്ചിരി അങ്ങ് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ആരും ഒത്തിരി അങ്ങ് പോയി ഒഴിച്ചേക്കരുത്, തൈര് ഒഴിച്ചേക്കരുത്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കണ്ടല്ലോ, ആദ്യം നമുക്ക് നല്ല രീതിക്ക് കട്ടി ഉണ്ടായിരുന്നു, പിന്നീട് അത് നല്ല ലിക്വിഡ് ടൈപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 3 കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എങ്ങനെ, എപ്പോൾ, എത്ര ടൈം വരെ വെച്ചിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഫുൾ വീഡിയോ നമുക്ക് ഇനി കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റോ മിൽക്കും നമ്മുടെ ടൊമാറ്റോയുടെ പ്യൂരിയും കൂടി ചേർത്തുള്ള ഒരു കൂട്ടുണ്ടല്ലോ, അത് നമ്മൾ ഫേസിൽ ടോട്ടലായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക വേണ്ടത്. ടിഷ്യൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൻ്റെ പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ടോ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡേർട്സ് കംപ്ലീറ്റ് നമുക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പാല് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്ത് തരും കേട്ടോ. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ഡേർട്സും ഡെഡ് സെൽസും എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് തരും. നമ്മളിത് ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കണം കേട്ടോ. കഴുകാൻ
പാടില്ല, വൈപ്പ് ചെയ്തിട്ട് വേണം കഴുകാനായിട്ട്. അപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടോ കോട്ടൺ പഞ്ഞിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങളത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ പഞ്ഞിയിലോട്ടോ നോക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിലത്തെ ആ ഒരു ഡേർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ രീതിക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു ക്ലെൻസിങ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രബാണ്. സ്ക്രബിന് ഞാൻ ഓൾറെഡി ഇവിടെ ടൊമാറ്റോയുടെ പ്യൂരിയും പഞ്ചസാരയും മിക്സ് ചെയ്യാതെ അങ്ങ് വെച്ചിരിക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്തിട്ട് അത് പെട്ടെന്ന് മെൽറ്റായി പോകും. അതുകൊണ്ട് മിക്സ് ചെയ്യാതെ അങ്ങ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മിക്സ് ആക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്ത് ഒരു 1-2 മിനിറ്റൊക്കെ നിങ്ങളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ നമ്മുടെ സ്കിന്നിലേക്ക്. നമ്മളിത് വീക്ക്ലി 2 ടൈംസ് ചെയ്യുന്നുള്ളൂ. സേഫ് ആയിട്ടുള്ള സ്ക്രബിങ് മെത്തേഡാണ്, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. വീക്ക്ലി 2 ടൈംസ് മതി. നമ്മൾ എന്താ പറയുക, കെമിക്കൽ ആയിട്ടുള്ള രീതിക്കുള്ള സ്ക്രബൊന്നും അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് 2 പ്രാവശ്യങ്ങൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ് നന്നായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മുടെ ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം നമുക്കത് അങ്ങ് ലീവ് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് ലീവ് ചെയ്യാം. ലീവ് ചെയ്തതിന് ശേഷം വേണം നിങ്ങളത് വാഷ് ചെയ്തിട്ട് വരാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങ് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. അത് നമുക്ക് ലീവ് ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് ലീവ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലീവ് ചെയ്യണം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം വാഷ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് മാസ്ക് ആണ്. ഈ ഒരു മാസ്ക് നമ്മുടെ ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ രണ്ടാമത് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ക്രബ് നിങ്ങൾക്ക് തുടച്ചെടുക്കാം കേട്ടോ. കഴുകണമെങ്കിൽ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് തുടച്ചെടുത്താലും മതി. എന്നിട്ട് അതിന് മീതെ നമുക്ക് ഈ ഒരു മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മാസ്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനെടുത്തപ്പോൾ അതിൻ്റെ മണം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അത്രയും അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ തോന്നി. ഞാൻ 1-2 ടീസ്പൂണോളം എടുത്ത് വായിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ടൊമാറ്റോയുടെയും അതുപോലെ തന്നെ തൈരും പാൽപ്പൊടി നിങ്ങളൊക്കെ പറയുന്ന പോലെ ഇത് ഫേസിലേക്ക് ഇടാനുള്ളതല്ല, ഞങ്ങൾ ചുട്ട് അപ്പം കഴിച്ചു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വേണമെങ്കിൽ ഇത് ചുട്ട് അപ്പം കഴിക്കാം കേട്ടോ. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാസ്ക് ആയിരുന്നു. അപ്പോൾ ആരും തിന്ന് തീർക്കരുത്, ഫേസിൽ അപ്ലൈ ചെയ്തോളൂ. ഞാനപ്പോൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 20-25 മിനിറ്റോളം വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമുക്ക് കയ്യിലും, ഞാൻ നേരത്തെ പറഞ്ഞു കയ്യിലും കഴുത്തിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളത്. എന്നിട്ട് നമ്മളിത് കഴുകുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പായിട്ട്, 25 മിനിറ്റ് എന്നുള്ളതിന് 20 മിനിറ്റ് വെച്ചതിന് ശേഷം ആ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മസാജ് ചെയ്തിട്ട് വേണം നിങ്ങളിത് വാഷ് ഔട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന സമയത്ത് തന്നെ ഒന്ന് മസാജ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്താലും മതി. അതല്ലെങ്കിൽ അവസാനം നമ്മൾ കഴുകുന്നതിന് മുന്നായിട്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ട് വെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാണ്ട് ആ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് പോയിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ, അല്ല മസാജ് കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ മസാജ് ചെയ്തിട്ട് വേണം ഇതങ്ങ് കഴുകിക്കളയാനായിട്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിന്ന് നല്ല രീതിക്ക് ഡള്ളായിട്ടുള്ളൊരു സ്കിന്നായിരുന്നു. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഓൾറെഡി സ്കിൻ കളർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണുകയും നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്കിലോട്ട് പോയിക്കോളൂ. എന്നിട്ട് ആ ഒരു സ്കിന്ന് നോക്കൂ. നല്ല രീതിക്ക് ആ ഒരു ഡള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ബാക്കിലോട്ട് പോകുക. ആ ഒരു സ്കിന്നും ഇപ്പോഴത്തെ സ്കിന്നും നിങ്ങൾ നോക്കിക്കുക, നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷെ നമ്മളിത് വീക്ക്ലി 2 ടൈംസെങ്കിലും മാക്സിമം ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും മെലാസ്മ ആണെങ്കിലും എല്ലാം തന്നെ ക്ലിയറായി നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും വീക്ക്ലി 2 ടൈംസെങ്കിലും മാക്സിമം ചെയ്തെങ്കിലേ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.